ജീവശാസ്ത്ര ശാഖകളും പിതാക്കളും. ബാക്ടീരിയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് കോച്ചാണ് ബാക്ടീരിയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അനാട്ടമിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആൻഡ്രേ വെസേലിയസ് ആണ് അനാട്ടമിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്ലൈഡ് സുവോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കോൺറാഡ് ജസ്നറാണ് അപ്ലൈഡ് സുവോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇമ്മ്യൂണോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് എഡ്വേർഡ് ജെന്നറാണ് ഇമ്മ്യൂണോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കാൾ ലിനേയസ് ആണ് വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് തിയോഫ്രാസ്റ്റസ് ആണ് സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗ്രിഗർ മെൻഡലാണ് ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ജന്തുശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ് ജന്തുശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ് ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. മൈക്രോബയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ലൂയി പാസ്റ്ററാണ് മൈക്രോബയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹിപ്പോക്രാറ്റസ് ആണ് വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. കോശശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ഹുക്കാണ് കോശശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്.